എല്ലാവർക്കും മംസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ആ വീട് നല്ല വൃത്തിയോടും ഐശ്വര്യത്തോടു കൂടി ഇരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ അതിനായി ആദ്യം തന്നെ രാവിലെ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. മുറ്റം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ മുൻവശത്ത് കുന്നുകൂടി കിടക്കുന്ന ചെരുപ്പുകളൊക്കെ ഉണ്ടാവും, ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുണ്ടാവും. അതൊക്കെ ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാം, അല്ലെങ്കിൽ അതിനായിട്ടൊരു സ്പേസ് ഉണ്ടാക്കി നമ്മൾ അവിടെ സൂക്ഷിക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് സിറ്റ് ഔട്ടിലാണ് ആരെങ്കിലും ഒക്കെ ഒന്ന് വന്നാൽ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ ആദ്യം തന്നെ എന്നും രാവിലെ വൃത്തിയാക്കി ഇടണം. പെട്ടെന്നാവും ആരെങ്കിലും കയറി വരിക. ഏറി വന്നാൽ സിറ്റ് ഔട്ട് വരില്ലേ, അപരിചിതരൊക്കെ വരുള്ളൂ, അതിന് ശേഷമല്ലേ അകത്തേക്ക് വരുള്ളൂ. അപ്പോൾ സിറ്റ് ഔട്ട് എപ്പോഴും നല്ല ക്ലീനാക്കി ഇടുക. പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി, പൊടിയും മാറാലിയൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി ഇടുക. അതിന് ശേഷം നമുക്ക് ഡൈനിങ് ഹാളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം സോഫ സെറ്റിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാം. ഇപ്പോൾ ഓണാണ്, വിഷുവാണ് എന്നൊന്നും പറയണ്ട, നമ്മൾ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണിതൊക്കെ. ഓണത്തിനും ഒരു സ്പെഷ്യൽ തുടയ്ക്കൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് നമുക്ക് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് ഈ ഓണത്തിന് വൃത്തിയാക്കുക എന്നതൊക്കെ. ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ മാറാലയൊക്കെ തട്ടി പൊടിയൊക്കെ തട്ടി നല്ലതുപോലെ വൃത്തിയാക്കാനുള്ള ഒരു അവസരമാണ്. ഇത് ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇതൊക്കെ സോഫ സെറ്റിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ ഒന്ന് തുടച്ച് ജസ്റ്റ് കാണുന്ന സ്ഥലത്തെങ്കിലും നമ്മളൊന്ന് വൃത്തിയാക്കി ഇടുക. ആകെ സോഫ വലിച്ചിട്ട് തുടയ്ക്കാനൊന്നും നമുക്ക് സമയം കിട്ടില്ല. ജസ്റ്റ് കാണുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചിടുക. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും സോഫയുടെ മുകളിൽ ഒക്കെ വാരി വലിച്ചിടും അവർ. രാവിലെ അവർ സ്കൂളിലേക്ക് പോയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. പിന്നെ അതവിടെ ക്ലീനായിട്ട് കിടന്നോളും. പിന്നെ നമ്മൾ അടുക്കളയിൽ വല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം നമ്മൾ അകത്ത് ഉള്ള ജോലികളൊക്കെ വേഗം തുടയ്ക്കലും അടിക്കലും ഒക്കെ വേഗം കഴിക്കുക. ഇപ്പോൾ ജനലൊന്നും തുറന്നിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് തുറന്ന് ഒരു എയറൊക്കെ തട്ടുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ്. നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സാണ്. അപ്പോൾ ആ ജനലിൻ്റെ പടിയുടെ മുകളിലൊക്കെ ഉണ്ടാവും പൊടിയും മാറാലയൊക്കെ, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുക. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ തന്നെ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകാൻ കൊണ്ടുപോയിട്ട് വൃത്തിയാക്കി ഇടണം. പിന്നെ ആ ബെഡ്ഷീറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ തലേണയൊക്കെ എടുത്തൊന്ന് വെയിലത്ത് കൊണ്ടുപോയിടുക. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്ത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ തന്നെ നമ്മളിത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോകണം. അല്ലെങ്കിൽ പിന്നെ അധികമായി കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് പിന്നെ വാഷിംഗ് മെഷീനിലും നമുക്ക് വൃത്തിയാക്കാൻ കഴിയില്ല. ചെയ്യുന്നതും നമ്മൾ അന്നാന്ന് അലക്കിയിടാൻ ശ്രമിക്കണം. കല്ലിലാണെങ്കിൽ കല്ലിൽ, വാഷിംഗ് മെഷീനിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ അന്നാന്ന് ഉള്ള തുണികൾ അന്നാന്ന് തന്നെ തിരുമ്പിടാൻ ശ്രമിക്കണം. കാരണം അത് കുന്നുകൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഭാരവും ഒരു വൃത്തികേടും. അപ്പോൾ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വൃത്തികേട് തന്നെയാണ്. പിന്നെ അതിന് ശേഷം മതി നമ്മൾ അടുക്കളയിലൊക്കെ വന്ന് ക്ലീൻ ചെയ്യലൊക്കെ. അപ്പോൾ അകമൊക്കെ വൃത്തിയായി കഴിഞ്ഞു. പെട്ടെന്ന് ആരും അടുക്കളയിലേക്കൊന്നും ഓടി വരില്ല, അകത്ത് തന്നെ വരുള്ളൂ. അപ്പോൾ അടുക്കളയൊക്കെ പിന്നെ ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കത്തികളും എല്ലാതും ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വയ്ക്കുക. വല്ലാതെ വൃത്തികേടുണ്ടെങ്കിൽ മാത്രം സോപ്പിട്ട് കഴുകിയാൽ മതി. എന്നിട്ട് ആ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. രാവിലെ തിരക്കിട്ട് സ്കൂളിലേക്കും ഓഫീസിലേക്കൊക്കെ പറഞ്ഞു വിടുന്ന വീടാണെങ്കിൽ എന്തായാലും അടുക്കള ആകെ അലങ്കോലമായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ചെറിയ അടുക്കളയൊക്കെ ആണെങ്കിൽ നമുക്കൊരു സാധനം വെക്കാനൊന്നും നമുക്ക് പ്രത്യേകിച്ചൊരു സ്പേസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എങ്ങനെയായാലും അവിടെയും ഇവിടെയൊക്കെ ആവും കയറ്റി വയ്ക്കുക. അത് തിരിച്ച് നമ്മൾ യഥാസ്ഥാനത്ത് തന്നെ വെച്ച് ആ സ്ലാബും സ്റ്റൗവൊക്കെ നന്നായി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അല്ലെങ്കിൽ പിന്നെ എണ്ണയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ സ്റ്റൗവൊന്നും പിന്നെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ആ ഒരു ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴുകി സോപ്പിട്ട് നന്നായി കഴുകണം. അപ്പം എൻ്റെ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ നിറയെ എണ്ണയായിരുന്നു, ദോശയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെറിച്ചിട്ടാ തോന്നുന്നു ആകെ വൃത്തികേടായിരുന്നു ഇന്ന്. അപ്പോൾ ഞാനത് മുഴുവനും കഴുകാനൊക്കെ ഇട്ടു. അല്ലെങ്കിൽ ഞാൻ തുടച്ചിടാറേ ഉള്ളൂ സാധാരണ.
അപ്പോൾ ഈ പ്രില്ല് ഉപയോഗിച്ചിട്ടും കുറച്ച് വിനാഗിരി ഉപയോഗിച്ചിട്ടും നന്നായി ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. അങ്ങനെ വല്ലാതെ പിന്നെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. വിനാഗിരിയും പ്രില്ലും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി കൂട്ടിയാൽ നല്ല വൃത്തി ഉണ്ടാവും തുടച്ചാൽ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എളുപ്പപ്പണിയിലാണ് നമ്മളെല്ലതും ചെയ്യുന്നത്. അപ്പോൾ വേഗം രണ്ടും കൂടി മിക്സ് ഇതാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. അപ്പോഴേക്ക് സമയം ഒരുപാട് വൈകിട്ടൊന്നുമില്ല. കുട്ടികളൊക്കെ പോയി കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ അകത്തെ ക്ലീനിങ്ങും അടുക്കളയിലേക്ക് വരെയുള്ള ക്ലീനിങ്ങും ഒക്കെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് ദിവസവും നമ്മൾ ചെയ്യേണ്ട ഈ കാര്യങ്ങൾ ദിവസം ചെയ്താൽ നമുക്ക് വല്ലാതെ ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ദിവസം ചെയ്യേണ്ട ഈ കാര്യങ്ങൾ നമ്മൾ മുടങ്ങാതെ ചെയ്യുക. അപ്പോൾ വീട് നല്ല ഐശ്വര്യമുള്ളതായിരിക്കും. വീട് നമ്മൾ എത്ര സ്വപ്നം കണ്ടിട്ടാണ് നമുക്ക് ഒരു വീട് കിട്ടുന്നത്. എത്ര ആൾക്കാർക്ക് വീടില്ലാതെ നടക്കുന്നു. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ വീടുള്ളത് നശിപ്പിക്കാതെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിനുശേഷം അകത്തൊക്കെ നല്ലതുപോലെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിടുക. ജസ്റ്റ് ആദ്യം ഒന്ന് എടുത്ത് വയ്ക്കലും തട്ടലും തുടയ്ക്കലും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് അടിച്ചു വാരി തുടച്ചിട്ടാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 10-10:30 മണിയൊക്കെ ആവുള്ളൂ. കൂടുതൽ സമയമൊന്നും ആവില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെയുള്ള ജോലികൾക്കൊക്കെ പോകാനുള്ള ടൈമുണ്ട്. പിന്നെ ഓഫീസിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും വന്നിട്ടേക്ക് തുടയ്ക്കാനൊക്കെ പറ്റുണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇടുക. വൈകുന്നേരം വന്നിട്ട് നന്നായി തുടച്ചിട്ടാൽ മതി. അപ്പോൾ എൻ്റെ എല്ലാ ഭാഗവും വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ഒരു സാമ്പ്രാണിത്തിരിയും കൂടി കത്തിച്ച് വെച്ചാൽ നല്ലൊരു സ്മെല്ല്, നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും വീട്ടിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.